എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇതിലെ മീനിങ്ങും ഫീച്ചേഴ്സും പില്ലേഴ്സും കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുള്ളതാണ്. ഇത് നന്നായി എല്ലാവരും പഠിച്ചു വെക്കുക. Advantages of computerized accounting system. First one, timely generation of reports and information in desired format. നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് നൽകുക എന്നുള്ളൊരു പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് റിപ്പോർട്ടാണോ ആവശ്യം, ഏത് സമയത്താണോ ആവശ്യം, അത് കറക്റ്റായിട്ട് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം മുഖേന നമുക്ക് ലഭിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഫോർമാറ്റിൽ. ഇപ്പം നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വേണ്ടതെങ്കിൽ നമുക്കത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അത് ലഭ്യമാകും. അതുപോലെ നമുക്കൊരു ബാലൻസ് ഷീറ്റാണ് വേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് ഫോർമാറ്റിലാണോ ആഗ്രഹിക്കുന്നത് ആ ഫോർമാറ്റിൽ നമ്മുടെ റിപ്പോർട്ടുകൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജസ് ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ഇൻ ഡിസൈർഡ് ഫോർമാറ്റ്. രണ്ടാമത്തെ എഫിഷ്യൻറ്റ് റെക്കോർഡ് കീപ്പിംഗ്. എഫിഷ്യൻ്റായിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് പോലെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ എൻഷുവേഴ്സ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദി സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോർത്ത് വൺ, എക്കണോമി ഇൻ ദി പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ടിംഗ് ഡാറ്റ. അക്കൗണ്ടിംഗ് ഡാറ്റേനെ നമുക്ക് നല്ല രീതിയിൽ, അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു നമുക്ക് റെക്കോർഡ് പോലെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കതിന് വേണമെങ്കിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം കൊടുത്ത് നമുക്കതിന് എന്ത് ചെയ്യാം, ഡാറ്റാസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം നമുക്ക് ഡാറ്റാസിൽ കൊണ്ടുവരാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം മുഖേന സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ഇൻ ഡിസൈർഡ് ഫോർമാറ്റ്, എഫിഷ്യൻറ്റ് റെക്കോർഡ് കീപ്പിംഗ്, ensures effective control over the system, economy in the processing of accounting data, confidentiality of data is maintained. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നത് മൂലം അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫാസ്റ്റർ ഒബ്സലസൻസ് ഓഫ് ടെക്നോളജി നെസസിറ്റേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. അതായത് ടെക്നോളജിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ടെക്നോളജി കാലഹരണപ്പെട്ട് പോകുന്നത്, ഇന്നുണ്ടാവുന്ന ഒരു ടെക്നോളജി അല്ലായിരിക്കും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു ടെക്നോളജി വരും. അപ്പോൾ അത് അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ്, ഡാറ്റ മേ ബി ലോസ്റ്റ് ഓർ കറപ്റ്റഡ് ഡ്യൂ ടു പവർ ഇൻ്ററപ്ഷൻസ്. ഡാറ്റ നമുക്ക് ചിലപ്പോൾ സേവ് ഒക്കെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കവിടെ ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പവർ ഫെയിലിയർ വരുമ്പോൾ. അൺപ്രോഗ്രാംഡ് ആൻഡ് അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്. കാരണം നമ്മൾ കൊടുക്കുന്നതിൻ്റെ റിപ്പോർട്ട്സ് അല്ലാത്ത ഒരു റിപ്പോർട്ടുകൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് വേറൊരു ലിമിറ്റേഷൻ പറയുന്നത്. ലാസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറയുന്നത് ഡാറ്റ ആർ പ്രോൺ ടു ഹാക്കിംഗ്. അവിടെ ഹാക്കിങ്ങിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഡാറ്റാസ് നമുക്ക് മറ്റൊരാളാൽ ഹാക്ക് ചെയ്ത് പോവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസാണ് പഠിക്കാനുള്ളത്. 4 ലിമിറ്റേഷൻസാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ്. ഇത് രണ്ടും നന്നായി പഠിച്ചു വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.